ഹലോ ഫ്രണ്ട്സ്, H&H വ്ളോഗിലേക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പടവളങ്ങ തോരനാണ് കാണിക്കാൻ പോകുന്നത്. ഞാനൊരു ചെറിയൊരു പടവളങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാം സവോളയും ഇതെല്ലാം ഒരേ വലുപ്പത്തിനാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത്. അന്നേരം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൊച്ചുങ്ങൾക്ക് കഴിക്കാനായതുകൊണ്ട് ഞാനൊരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തേങ്ങ ചിരവിയത് ഇടുന്നുണ്ട്. തേങ്ങ ഒതുക്കി എടുത്തതാണ്. മഞ്ഞപ്പൊടി വേണോ ഇട്ട് ജീരകം ഇട്ട് ഒതുക്കാം. ഈ ജീരകത്തിൻ്റെ ഒന്നും ചുവ കുട്ടികൾക്ക് പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ തോരൻ മാത്രം തേങ്ങ മാത്രം ഒതുക്കി ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് എല്ലായിടത്തും മിക്സ് ചെയ്യുക. വേണ്ട ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് സാധാ തോരൻ വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ആ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പടവളങ്ങ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഗുണമുള്ളതാണ്. നമുക്ക് മുടിക്ക്, സ്കിന്നിന്, അതിനൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടതിനൊക്കെ ഉപയോഗിക്കും. മുടിയുടെ തിളക്കമൊക്കെ ഉണ്ടാകാനും സ്കിന്ന് തിളക്കം വെക്കാനൊക്കെ പടവളങ്ങ നല്ലതാണ് കഴിക്കുന്നത്. പിന്നെ ഞാനൊരു പാൻ എടുത്ത് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ടപ്പടപ്പാന്ന് കടുകൊക്കെ പൊട്ടുന്നുണ്ടടാ. പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ തിരുമ്മി വെച്ചിരിക്കുന്ന പടവളങ്ങയും തേങ്ങായും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ പീരയും മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പം വെള്ളം ചേർക്കാറില്ല. ആ ഒഴിച്ച എണ്ണയിൽ തന്നെ കിടന്നാണ് അത് വാട്ടിയാണ് ഞാൻ എടുക്കുന്നത്. വെള്ളമൊക്കെ ഉരുളന് പോലും ഞാൻ വെള്ളം ഒഴിക്കാറില്ല. ഉരുളൻ മെഴുക്കുവരട്ടി വെക്കുമ്പോഴും അങ്ങനെ എന്ത് മെഴുക്കുവരട്ടിക്കാണേലും തോരനാണേലും നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അത് മൂടി വെക്കുമ്പം തന്നെ അതിൻ്റെ ആവി കൊണ്ട് വെള്ളം വീണത് വെന്തോളും. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് നല്ലത്. ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റ് വെന്ത് പെട്ടെന്ന് വേഗം പടവളങ്ങയല്ലേ വെന്ത് കഴിഞ്ഞ് നോക്കിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എന്നാലേ ഉള്ള അതിലെ വെള്ളം മുഴുവനും പോകുന്ന രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇഡലിയും വെച്ചിട്ടുണ്ട്. തക്കാളി കാട്ടിയതുമാണ് കറി. പടവളങ്ങ തോരൻ തക്കാളി കാട്ടിയാണ് ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് വാടി ഇഡലിക്ക് ചമ്മന്തിയാണ് ഈ കാണുന്നത്. തേങ്ങ അരച്ച ചുമല ചമ്മന്തിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്ത് ഞാൻ വെച്ച് ഇത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കത് സർവ് ചെയ്യാവുന്നതാണ്. അന്നേരം ഇത് കണ്ട ഒന്നും തൊടാതെ കിട്ടും. അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.